നമസ്കാരം എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് നിങ്ങൾക്ക് Safemoon V1 എങ്ങനെ V2 ആയിട്ട് കൺസോൾട്ടേഷൻ ചെയ്യാമെന്നുള്ളതാണ്, അല്ലെങ്കിൽ കൺവേർട്ട് അല്ലെങ്കിൽ മൈഗ്രേറ്റ് ചെയ്യാമെന്നുള്ളതാണ്. അപ്പോൾ ഇത് ട്രസ്റ്റ് വാലറ്റിലാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. എൻജോയ് ടെക് വിത്ത് us എനിക്ക് നമുക്ക് വീഡിയോയിലോട്ട് എടുക്കാം. അപ്പോൾ മെയിനായിട്ട് ട്രസ്റ്റ് വാലറ്റിലാണ് നമ്മുടെ V1 കിടക്കണമെങ്കിൽ നമ്മൾ അതിനെ എങ്ങനെ മൈഗ്രേറ്റ് ചെയ്യാമെന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ ട്രസ്റ്റ് വാലറ്റിലായിട്ട് കുറച്ച് സ്മാർട്ട് ചെയിൻ BNB ട്രാൻസ്ഫർ ചെയ്തിടണം. അത് ഞാൻ ഓൾറെഡി ട്രാൻസ്ഫർ ചെയ്തിട്ടു. അത് ഞാൻ മിക്ക വീഡിയോസിലും കാണിക്കുന്നതിന്, അതുകൊണ്ട് ആ സ്റ്റെപ്പ് വീണ്ടും ഞാൻ കാണിക്കണില്ല. ഏകദേശം ഒരു $5 BNB സ്മാർട്ട് ചെയിൻ BNB നമ്മുടെ ട്രസ്റ്റ് വാലറ്റിൻ്റെ സ്മാർട്ട് ചെയിൻ BNB അഡ്രസ്സിലായിട്ട് ട്രാൻസ്ഫർ ചെയ്തിടാം. ട്രാൻസ്ഫർ ചെയ്തിട്ട് കഴിഞ്ഞിട്ട് നമ്മൾ ട്രസ്റ്റ് വാലറ്റ് ഓപ്പൺ ചെയ്യാം. ട്രസ്റ്റ് വാലറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത സ്റ്റെപ്പ് എന്ന് വെച്ചാൽ DAppsി പോകണം. DAppsി പോയി കഴിഞ്ഞിട്ട് നമ്മൾ ഇവിടെ Safemoon.net എന്ന് പറഞ്ഞാൽ Safemoonൻ്റെ സൈറ്റിലോട്ട് പോവാം. അപ്പോൾ അതിൽ നമുക്ക് ഡയറക്റ്റ് സ്വാപ്പ് ചെയ്യാൻ പറ്റും. അതിന് വേണ്ടിയിട്ടാണ് Safemoonൻ്റെ സൈറ്റിലോട്ട് പോകുന്നത്. എന്നിട്ട് ഈ എതീറിയം മാറ്റിയിട്ട് സ്മാർട്ട് ചെയിൻ ആക്കുക. ഇവിടെ കണ്ടോ, എതീറിയം മാറ്റിയിട്ട് സ്മാർട്ട് ചെയിൻ ആക്കുക. എന്നിട്ട് അക്സെപ്റ്റ് അടിക്കുക. അക്സെപ്റ്റ് അടിച്ച് കഴിഞ്ഞിട്ട് Consolidate to V2 എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ട്രസ്റ്റ് വാലറ്റിൽ സ്വാപ്പ് ചെയ്യാനായിട്ട്. എന്നിട്ട് ഇവിടെ കണക്റ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക, വാലറ്റ് കണക്ട് ചെയ്യാനായിട്ട്. ഒന്നുകൂടി റീലോഡ് അടിച്ചോട്ടെ. അപ്പോൾ ഒന്നുകൂടി റീലോഡ് അടിച്ച് കഴിഞ്ഞപ്പോഴാണ് നമുക്ക് ഇതുപോലെ ഒരു സ്വാപ്പ് വന്നത്. ഇവിടെ ക്ലിക്ക് ചെയ്യുക, റീലോഡ് അടിക്കുക. നേരത്തെ ഒരു എറർ പോലെയാണ് കാണിച്ചത്. അപ്പോൾ റീലോഡ് അടിച്ച് കഴിയുമ്പോൾ നമ്മുടെ വാലറ്റ് കണക്റ്റ് ചെയ്യണം കാണാൻ പറ്റും. ഇനി നമ്മുടെ ഇവിടെ നമുക്ക് Safemoon V1 എത്ര ഉണ്ടെന്ന് കാണിക്കും. 7,20,000 ഇതിലുള്ളത്. മാക്സ് അടിക്കുക. മാക്സ് അടിച്ച് കഴിയുമ്പോൾ നമുക്ക് 720 കിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ അപ്രൂവ് അടിക്കുകയാണ്. Safemoon അപ്രൂവ് അടിക്കുക. അപ്രൂവ് അടിച്ചിട്ട് അപ്രൂവ് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇത് ചെയ്ത് കൊടുക്കുക, അപ്രൂവ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഇവിടെ ട്രാൻസാക്ഷൻ പെൻഡിങ് ആയിട്ട് കിടക്കണം, നിങ്ങൾക്ക് കാണാൻ പറ്റും. അത് കംപ്ലീറ്റ് ആവാൻ വെയിറ്റ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് വേണം മൈഗ്രേറ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മുടെ ട്രാൻസാക്ഷൻ കംപ്ലീറ്റ് ആയി. ഇനി നമ്മളിവിടെ മൈഗ്രേറ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യാം. ഐ ഹാവ് റീഡ് അടിക്കുക, മൈഗ്രേറ്റ് അടിക്കുക. എന്നിട്ട് നമ്മൾ വീണ്ടും അപ്രൂവ് അടിക്കുക. $3 ഫീസാണ് പോയത്. ഇപ്പോൾ അതിനനുസരിച്ചുള്ള Safemoon അവർ തരുന്നതാണ് പറഞ്ഞത്. Safemoon V2 ആയിട്ട് അവർ തരും. അത് നമുക്ക് പിടിക്കുന്ന ട്രാൻസാക്ഷൻ ഫീസിൻ്റെ ഇതോടും കൂട്ടിയിട്ടായിരിക്കും നമുക്ക് V2 തന്നെയെന്നാണ് പറഞ്ഞത്. അപ്പോൾ അത് നമ്മൾ നോക്കേണ്ട കാര്യമില്ല. എന്തായാലും മൈഗ്രേറ്റ് ചെയ്യുമ്പോൾ ട്രാൻസാക്ഷൻ വരും, ട്രാൻസാക്ഷൻ ഫീസ് വരും. പിന്നെ Safemoon V3 എന്തായാലും ഉണ്ടാകും. V3ന്ന് അവർ പേരിടുമെന്ന് അറിയില്ല. എന്തായാലും V3 ഉണ്ടാകും, കാരണം ബ്ലോക്ക് ചെയിനും കൂടി വരാനുണ്ട്. അപ്പോൾ ബ്ലോക്ക് ചെയിൻ മിക്കവാറും നമുക്ക് മൈഗ്രേറ്റ് ചെയ്യേണ്ടി വരില്ല, ചിലപ്പോൾ ഓട്ടോമാറ്റിക് മൈഗ്രേഷൻ ഉണ്ടാവും. ഇപ്പോൾ നമ്മുടെ Safemoon കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇതിലൊരു 6 Safemoon ബാക്കി കിടക്കുന്നുണ്ട്. Safemoon V1 അത് വേണമെങ്കിൽ ചുമ്മാ മൈഗ്രേറ്റ് അടിച്ച് പോട്ടെ. മൈഗ്രേറ്റ് ആവുമെന്ന് മൈഗ്രേറ്റ് ആക്കണമെങ്കിൽ $3 വേണം. അത് ക്ലോസ് അടിക്കുക. അപ്പോൾ എത്ര നമ്മൾ മൈഗ്രേറ്റ് ആയി കഴിഞ്ഞിട്ട് ഇപ്പോൾ നമുക്ക് V2 കിട്ടിയിട്ടുണ്ടോയെന്ന് അറിയാനായിട്ട് V2ൻ്റെ കോൺട്രാക്റ്റ് അഡ്രസ്സ് എടുക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ വീണ്ടും Safemoon.net പോയി കഴിയുമ്പോൾ ഇവിടെ SFM V2 കോൺട്രാക്റ്റ് അഡ്രസ്സ് എന്നുള്ളത് കാണാൻ പറ്റും. അത് കോപ്പി ചെയ്തിട്ട് എനേബിൾ ചെയ്യണം, എന്നാലാണ് നമുക്കത് കാണാൻ പറ്റുള്ളൂ വാളറ്റിൽ. എന്നിട്ട് ഇവിടെ സെറ്റിങ്സ് പോലത്തെ ഈ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമ്മൾ പേസ്റ്റ് ചെയ്യുക. പേസ്റ്റ് ചെയ്തിട്ട് ആഡ് കസ്റ്റം ടോക്കൺ ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് ഈ എതീറിയം മാറ്റിയിട്ട് സ്മാർട്ട് ചെയിൻ ആക്കുക. സ്മാർട്ട് ചെയിൻ ആക്കിയിട്ട് ഈ കോൺട്രാക്റ്റ് അഡ്രസ്സിൻ്റെ അവിടെ പേസ്റ്റ് ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് ഡൺ അടിക്കുക. അപ്പോൾ പ്രൈസൊന്നും നിങ്ങൾക്ക് അപ്ഡേറ്റ് ആയിട്ടുണ്ടാവില്ല, കാരണം ഇത് കോയിൻ മാർക്കറ്റ് ക്യാപ്പ് അപ്ഡേറ്റ് ചെയ്യാത്ത കാരണമാണ്. എന്നിട്ട് ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇത് ശരിയായെന്നുള്ളത്. അൺഹൈഡ് ചെയ്ത് കാണിച്ചു തരാം. ഇപ്പോൾ നിങ്ങൾ നോക്കുക, 720 Safemoon V2 കിട്ടിയിട്ടുണ്ട് നമുക്ക്. അപ്പോൾ നിങ്ങൾ പെട്ടെന്ന് തന്നെ മൈഗ്രേറ്റ് ചെയ്യുക. മൈഗ്രേഷൻ കുറച്ച് നാളത്തേക്ക് ഉണ്ടാവും, എന്നാലും V1ൽ നിന്ന് V2 പെട്ടെന്ന് തന്നെ ആക്കി വെച്ചേക്കുക. അപ്പോൾ Safemoon വാളറ്റിൽ എങ്ങനെ കൺസോളിഡേറ്റ് ചെയ്യുക അല്ലെങ്കിൽ മൈഗ്രേറ്റ് ചെയ്യുക എന്നുള്ളതിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ആ ഡിസ്ക്രിപ്ഷനിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ പോയി സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തുക. അപ്പോൾ പുതിയ വീഡിയോസ് വരുമ്പോൾ അപ്പോൾ തന്നെ അറിയാൻ പറ്റും. താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു.